സ്റ്റാൻലി ജോർജ് ഉണ്ട്. US റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അഡ്വൈസറി ബോർഡ് അംഗമാണ് അദ്ദേഹം. ശ്രീ സ്റ്റാൻലി ജോർജ്, റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ഇതൊരു ആഘോഷത്തിന്റെ സമയമാണ്. വലിയ പ്രതീക്ഷകളുണ്ട് ട്രംപിന്റെ രണ്ടാമത്തെ വരവിൽ. എങ്ങനെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്? അമേരിക്കൻ സമൂഹം, മലയാളികൾ, ഇന്ത്യക്കാർ ഒക്കെ തന്നെയാണ് എങ്ങനെയാണ് ഈ ട്രംപിന്റെ രണ്ടാമൂഴത്തെ കാണുന്നത്? ട്രംപിന്റെ സത്യപ്രതിജ്ഞ അമേരിക്കയിൽ ഒരു ആഘോഷമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചറിവിന്റെ സമയം കൂടിയാണിത്. അമേരിക്ക ഫസ്റ്റ് അജണ്ട എന്ന ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലക്ഷ്യമാണ്, അതിന്റെ ആദർശമാണ്. അമേരിക്കയെ പാപ്പരാക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ സഹായിക്കാനോ ലോക യുദ്ധങ്ങൾ നടത്താനോ ഒന്നും ട്രംപ് തയ്യാറാവുകയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സന്തോഷം. അത് മാത്രമല്ല, അനധികൃത കുടിയേറ്റം, കടന്നുകയറ്റത്തെ നേരിടാനും ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താനും സാമ്പത്തിക രംഗം ഭദ്രമാക്കാനും ഒക്കെ ട്രംപിന് കഴിയുമെന്നുള്ള കരുത്തനായ ട്രംപ് എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സന്തോഷമുള്ളതാക്കുന്നത്. അമേരിക്കൻ ജനത ഇത് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സത്യപ്രതിജ്ഞയാണ്. ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്ന് ലോകം കാണാനിരിക്കുന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ലോകത്തിനൊരു സാക്ഷ്യമായി മാറും. ലോക സമാധാനം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വാസമുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാനും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നടപടികൾ കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ശ്രീ സ്റ്റാൻലി ജോർജ്, ശ്രീ TP ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ആശയുണ്ട്, ആശങ്കയുണ്ട്. ഇന്ത്യയോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും? ഒപ്പം ചൈനയോടും പാകിസ്ഥാനോടും ഒക്കെയുള്ള ട്രംപിന്റെ നയങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ നല്ല സുഹൃത്താണ് ട്രംപ്. അത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം പ്രസിഡന്റായ 4 വർഷക്കാലം ഇന്ത്യയുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം, പ്രത്യേകിച്ച് ചൈനയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യയെ സഹായിച്ചത് ട്രംപാണ്. നമ്മളൊരു ചൈന യുദ്ധം തന്നെ ഒരു പക്ഷെങ്കിൽ അതിന്റെ ഒരു എഡ്ജ് വരെ വന്നതാണ്. ചൈന നമ്മുടെ പട്ടാളക്കാരെ കൊന്നു, അതിർത്തി സംഘർഷം ഉണ്ടായി. ആ സമയത്ത് 2 യുദ്ധക്കപ്പലുകളാണ് ട്രംപ് ചൈന കടലിലേക്ക് അയച്ചത്. എന്നിട്ട് ഇന്ത്യയെ വിളിച്ചു പറഞ്ഞു, പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുള്ള ആക്രമണമായിരിക്കും എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. ചൈന പ്രസിഡന്റ് ഷീ പിങ്ങിനെ അദ്ദേഹം വിളിച്ചു, നിങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് കൃത്യമായി ധൈര്യപൂർവ്വം പറഞ്ഞ ആളാണ് പ്രസിഡന്റ് ട്രംപ്.